ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡൽഹി ഗവൺമെൻറ്റിലെ വേക്കൻസിയെ പറ്റിയാണ് വിശദമായി പറയുന്നത്. ഈ വേക്കൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമ്മൾക്ക് ലഭിക്കാത്ത കുറേ വേക്കൻസിയുടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മലേറിയ ഇൻസ്പെക്ടർ എന്ന് പറയുന്നൊരു വേക്കൻസി ഉണ്ട്, ആയുർവേദിക് ഫാർമസിസ്റ്റ് ഉണ്ട്, ഒപ്പം ഈ ഓപ്പറേഷൻ തിയേറ്ററിലും ICUയിലുമൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന വേക്കൻസി, അത് 170ഓളം വേക്കൻസി ഉണ്ട്. ഒപ്പം ഓപ്പറേഷൻ തിയേറ്ററിലും ICUയിലും ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് പാസ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഒപ്പം ചില റെപ്യൂട്ടഡ് ഫേമിൽ നിന്ന് കറസ്പോണ്ടിങ് ഡിപ്ലോമ ലഭിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ടീച്ചേഴ്സിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട്. നിരവധി വേക്കൻസി ഒന്നിച്ചു വന്നതുകൊണ്ട് എല്ലാ വേക്കൻസിയെ പറ്റിയും പൊതുവായി മാത്രമേ പറയുവാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് സർക്കുലറിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 7 ക്വാളിഫിക്കേഷൻ ഡിഫറെൻറ്റ് തരത്തിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. സാധാരണയായി എല്ലാത്തിനും നടക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എപ്പോഴും നടക്കുന്നത് സാധാരണ നിലയിൽ ഇംഗ്ലീഷിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവാം, ജനറൽ അവയർനെസ്സിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ഇതിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം ക്വാളിഫിക്കേഷൻ്റെ ബേസിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് മിനിമം ക്വാളിഫിക്കേഷന് എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മറുപടി ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അതേസമയത്ത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ആണ് വരുന്നതെങ്കിൽ അവരുടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ 10ലും 12ലും നിങ്ങൾ പഠിച്ച വിഷയങ്ങളെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് സിലബസ് പാറ്റേൺ ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഫറെൻറ്റ് തരത്തിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിചയത്തിൽ ഈ ഹോസ്പിറ്റൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് ICUവിൻ്റെ അറ്റൻഡൻ്റായിട്ടും ICUവിൻ്റെ ഒക്കെ ടെക്നീഷ്യനായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നല്ലൊരു സ്കോപ്പുള്ള സാധ്യതയുള്ള ജോലിയാണ്. അതുപോലെ തന്നെ ആയുർവേദിക് ഫാർമസിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധാരണ നിലയിൽ നമ്മൾക്ക് അത്രയും വേക്കൻസി വരാറില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ ഇത് വളരെ കുറവ് വേക്കൻസി ഉള്ളെങ്കിലും ഇത് പ്രത്യേകതരം പോസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സർക്കുലർ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഇതിനോടൊപ്പം ഉള്ളത് അവരുടെ വിവിധ സ്കൂളുകളിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. ഈ ടീച്ചേഴ്സിൻ്റെ വേക്കൻസിയിൽ സത്യത്തിൽ എഞ്ചിനീയേഴ്സിനും അപ്ലൈ ചെയ്യാം. കാരണം ഗ്രാഫിക്സിൻ്റെ ഒരു കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് നിങ്ങൾ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. PGTയിൽ ഇംഗ്ലീഷിനും മാത്തമാറ്റിക്സിനും ഒക്കെ നിരവധി വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന 2 സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, അവരുടെ ആരോ ഒരു ബന്ധു 40 ലക്ഷം രൂപയ്ക്കാണ് സ്കൂളിൽ അധ്യാപനത്തിന് പോസ്റ്റിങ്ങിൽ ഈ വർഷം കയറിയിരിക്കുന്നതെന്ന്. അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞത് 40 എന്ന് പറയുന്ന വലിയ ലാഭമായി പോയി, ഇപ്പോൾ 60 ലക്ഷമാണ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നതെന്ന്. ഞാൻ ഈ പറഞ്ഞത്, നമ്മളുടെ നാട്ടിൽ ഒരു അധ്യാപകനായി ജോലി കിട്ടുന്നതിന് വേണ്ടി 40ഉം 60ഉം ഒക്കെ കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം അപ്പോൾ പോലും അത്ര എളുപ്പമല്ല. ആ സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ പോയാൽ ഏതാണ്ട് 3 മണിക്കൂർ ദൂരം മാത്രമുള്ള ഡൽഹി എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ കഷ്ടപ്പാടുകളൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്കൊരു ജോലി നേടാവുന്ന അവസരം. ഞാൻ പണ്ടൊരു ഭാഗത്ത് പറഞ്ഞതുപോലെ ഈ സാമ്പത്തികം നിങ്ങളിൽ ഉണ്ടത് നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയും. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ അധികം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ തന്നെ 30ഉം 40ഉം ലക്ഷം രൂപ മുടക്കി വിദേശ രാജ്യങ്ങളിൽ പോയി അവർ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ അവരുടെ പഠിത്തത്തിന് അനുബന്ധമല്ലാത്ത വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജോലി ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ശ്രമിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ അവസരം വിനിയോഗിക്കണം. നമ്മുടെ പരിചയത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരിലേക്ക് ഇത് എത്തിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാകും. താങ്ക് യു.